സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ ചിരി കാഴ്ചകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സിറാജ് ഏട്ടൻ. ഹായ്, നമസ്കാരം. സുഖാണല്ലോ അശ്വതി? പിന്നെ ശരി, ഇന്നത്തെ അതിഥി ആരാണ്? ഇന്നത്തെ അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖം ഓർത്താൽ അപ്പൊ തന്നെ മലയാളികളുടെ എല്ലാം മനസ്സിലൊരു സന്തോഷം വരും, ഒരു ചിരി വരും. അങ്ങനെയുള്ള ഒരാളാണ് നമുക്ക് ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹം തിരുവനന്തപുരത്തുകാരനും കൂടിയാണ്. അപ്പൊ കൈയടിക്കാൻ ഒരു കാരണം കൂടിയായി. അതെ. അങ്ങനെ കൈയടിക്കാൻ ഒരുപാട് കാരണങ്ങളുള്ള ഒരു താരമാണ് ഇന്ന് ഈ വേദിയിലെത്താൻ പോകുന്നത്. നമ്മുടെ എല്ലാം സ്വന്തം കൊച്ചു പ്രേമൻ ചേട്ടൻ. കാര്യങ്ങളും അറിയാം. ചേച്ചി ആക്ട്രസ് ആണെന്ന് അറിയാം, എല്ലാം അറിയാം. എന്തായാലും നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ആദ്യ സിനിമ ഏതാണെന്ന് അറിയില്ല. ആദ്യ നാടകത്തിലൂടെയാണ് പക്ഷെ ആദ്യത്തെ സിനിമ എന്ന് വെച്ചാല് 7 നിറങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആദ്യം ഇറങ്ങിയത്. 7 നിറങ്ങൾ. അതിൽ ആരൊക്കെയായിരുന്നു? അതില് അന്നത്തെ സൂപ്പർ താരങ്ങളായ ജോസ് വിധുബാല എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളായിരുന്നു. അവരുടെ കോമ്പിനേഷൻ ആയിരുന്നു. ചേട്ടൻ ഇപ്പൊ നായകനായിട്ട് അഭിനയിച്ചു എന്ന് കേട്ടു. കണ്ടാ, നായകൻ എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ കാര്യം അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. എന്താണ്? ആരാ സിനിമയുടെ സംവിധായകൻ എന്ന് പറഞ്ഞ എം പത്മകുമാറാണ്. അതിന്റെ പത്മകുമാറിന്റെ രൂപാന്തരം എന്നുള്ള അതിലൊരൊറ്റ ക്യാരക്ടറാണുള്ളത്. വേറെ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ഉള്ളൂ. അതിൽ ഈ വന്നു പോകുന്നവരും വഴിയാത്രക്കാരുമായിട്ടുള്ള കഥാപാത്രങ്ങൾ. അന്ധനായ ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ്റെ കഥയാണ് അതിനകത്തുള്ളത്. ഇതിങ്ങനെ തിരക്കഥ ഇയാളുടെ തന്നെയാണ്, ഡയറക്ടർ പത്മകുമാറിൻ്റെ. അപ്പോൾ ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എറണാകുളത്തേക്ക് ആ പടത്തിൻ്റെ ഒരു ആവശ്യത്തിന് എനിക്ക് പോകുമ്പോൾ ഞാൻ ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ എൻ്റെ സീറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരാൾ ഞാനൊരു പത്രം വച്ചുകൊണ്ട് ഇരിക്കുക. അയാൾ എന്നെ ഈ പത്രത്തിൽ നോക്കും, എന്നെ നോക്കും. ഞാൻ ഇയാൾ എന്താണ് എന്നെ നോക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പുള്ളി എന്നോട്, സാറിൻ്റെ പടം ഇതാണ്ട് പത്രത്തിൽ വന്നത്. അല്ലേ സാർ, വളരെ സന്തോഷം. എവിടെ ഞാൻ കണ്ടതാണ്. ശരി. സാറ് ഒരു പടത്തിൽ നായകനായിട്ട് അഭിനയിക്കുകയാണല്ലേ? അതെ, ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ സാറ് നായകനായിട്ട് അഭിനയിക്കുമ്പോൾ ഇതിലെ ഹീറോ ആരാണെന്ന്. അപ്പോൾ കാരണം ഇതിന് എൻ്റെ അർത്ഥം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സൂപ്പർ സ്റ്റാറുകളെ പോലുള്ളവർ മാത്രമേ സിനിമയിൽ നായകനായിട്ട് വരാവൂ എന്നൊരു ധാരണയുണ്ട് ജനങ്ങൾക്കുണ്ട്. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് പ്രേമൻ ചേട്ടൻ ഇപ്പൊ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, തെലുങ്കിൽ ഈച്ച വരെ നായകനായ. അതെ. എന്നിട്ട് എന്താ എനിക്കും ചേട്ടനൊക്കെ പിന്നെ നായകന്മാരായി കൂടാത്തത്? കൊച്ചുറവിൻ നായകനോ എന്ന് പറയുന്നതിന് ഒരു ചിരിയുണ്ട്. അതാണ് നമുക്ക് വളരെ പ്രേമൻ ചേട്ടൻ നായകൻ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ നായകനോ ഒരു അതിശയത്തോട്. അത് മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. അത് മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിരിക്കണ്ട. ആ സിനിമ എന്തായാലും നിങ്ങൾ കാണുക, വിലയിരുത്തുക, പ്രോത്സാഹിപ്പിക്കുക. ചേട്ടന് മാത്രമായിട്ട് ഇങ്ങനെ യൂണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഈ ഒരു സ്കാർഫ് ഒക്കെ കെട്ടുന്ന സ്റ്റൈൽ. എങ്ങനെ തന്നെത്താൻ കണ്ടുപിടിച്ചത്? ഇത് അങ്ങനെ കണ്ടുപിടിച്ചതല്ല. ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അതിൽ തലശാല മുടി എടുത്ത് കളയേണ്ട മുടിയില്ല. ഇപ്പോഴും ഇല്ല, ഈ ഇത് കെട്ടിയുന്ന സമയത്തും ഇല്ല. പിന്നെന്താ വിഗ് വെച്ചാ പോലെ? വിക്കിനൊക്കെ ഭയങ്കര വിലയല്ലയോ? 10 രൂപയ്ക്ക് തീരുമെന്ന്. ഒരു തുണിയുടെ ഭാര്യയുടെ പഴയ സാരി എടുത്ത് വെട്ടിയിട്ട് സാരിയാണോ അതോ പാവാടയാണോ? പാവാട തുണി മാറിയിട്ടല്ല. അപ്പൊ ഇതുപോലത്തെ ഇപ്പൊ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് ആ സിനിമ കഴിഞ്ഞപ്പോ അപ്പൊ ഈ തമിഴന്മാരായിരുന്നു എൻ്റെ കോസ്റ്റ്യൂമേഴ്സ്. അവരുമായിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പോകണതുകൊണ്ട് അവർക്ക് എന്നോട് ഒരു പ്രത്യേക താല്പര്യം തോന്നി. അപ്പോൾ ഈ തലമുട്ട സാറ് ഇങ്ങനെ തലമുട്ട അടിച്ച് കിടക്കണ്ട, ഞങ്ങൾ 2-3 കർച്ചീഫ് പോലൊരു സാധനം ഉണ്ടാക്കി തരാം, അത് തലയിൽ കെട്ടി കിടക്കണം. അതങ്ങനെ കെട്ടി പിന്നെ അങ്ങ് സ്ഥിരമായി. എന്നാലേ ഇനിയുള്ള കലാവിരുന്നുകളൊക്കെ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് വീക്ഷിക്കാം. തീർച്ചയായിട്ടും. എന്നാ പച്ചും വിവാഹവും നമുക്ക് ഒരുമിച്ച് അവിടെ ഇരിക്കാം. ആയിക്കോട്ടെ, വന്നോളൂ. ആയിക്കോട്ടെ. ഓർക്കാപ്പുറത്തൊരു കല്യാണം, ഉടനൊരു സദ്യയൊരുക്കേണം. തുമ്പപ്പൂ ചോറ് വിളമ്പാൻ മുത്തരി ചെമ്പാവരി വേണം. ഓർക്കാപ്പുറത്തൊരു കല്യാണം, ഉടനൊരു സദ്യയൊരുക്കേണം.
തുമ്പപ്പൂ ചോറ് വിളമ്പാൻ മുത്തരി ചെമ്പാവരി വേണം. ഒരു കല്യാണം നടത്താൻ എന്തോരം പാടാന്നറിയോ? പെണ്ണ് കാണിക്കണം, പിന്നെ സമയം കുറിക്കണം, കല്യാണത്തിന് കൂടെ പോയി കാര്യങ്ങളെല്ലാം ചെയ്യണം. പെണ്ണും ചെറുക്കനും കൂടെ വന്ന് വീട്ടിനകത്തോട്ട് കയറ്റി മനസ്സിനൊരു സമാധാനമായി. അതല്ല ഏട്ടാ ഞാൻ നോക്കുന്നതേ സ്ഥല ബസ്സിയുടെ കല്യാണം ഒറ്റ പോലീസുകാരൻ പോലും ഏരിയയില്. എടാ കഴിഞ്ഞ കല്യാണം നീ ഒന്ന് കാണണമായിരുന്നു. ഈ വീട്ടിന്റെ മുറ്റാൻ നിറയെ പോലീസ് അല്ലായിരുന്നോ? SI, CI, DYSP, DGP എന്ന് വേണ്ട സകലമാന പോലീസുകാരും ഈ വീട്ടിന്റെ മുറ്റത്ത് കിടന്ന് കറങ്ങുമല്ലായിരുന്നു. നമ്മുടെ പയ്യന്റെ പെങ്ങളെ എടുത്തല്ലേ? അയ്യോ പെങ്ങളുടെ കല്യാണത്തിനല്ല, ഇന്ന് കല്യാണം കഴിഞ്ഞ പയ്യന്റെ കല്യാണത്തിന്. ഇത് രണ്ടാം കല്യാണമൊന്നും. അത് പറ. എടാ കഴിഞ്ഞ കല്യാണത്തിന് പെണ്ണ് ആദ്യ രാത്രി എന്നെ അവൻ അവിടുന്ന് വിട്ടുപോയെന്ന്, അവിടുന്ന് ഇറങ്ങി പോയെന്ന്. കാര്യം എടാ അവൻ ഈ സ്വപ്നം കാണുന്ന ചെറിയൊരു അസുഖം ഉണ്ട് കേട്ടോ. അപ്പൊ അവൾ അഹങ്കാരിയാ. ഒരു സ്വപ്നം കാണുന്ന പേരില് അവള് പോയല്ലോ അവള്. എടാ ഇതിപ്പോ ഈ സ്വപ്നം എന്ന് വെച്ചാൽ ഈ സ്വപ്നത്തിന് ഏതാണ്ട് ഒരു ഏടാ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളതിനെ കുറിച്ചൊന്നും തിരക്കാനും പോയല്ലേ. എന്നാലും ആദ്യത്തെ ഭാര്യ പോയ സ്ഥിതിക്ക് രണ്ടാമതൊരു പെണ്ണിനെ ഞാൻ ഒപ്പിച്ചു കൊടുത്ത് എന്തായാലും ഞാൻ മനൊരുക്കി പ്രാർത്ഥിക്കും. അതിനിടെ ഈ പെണ്ണും കൂടെ പോയിട്ട് അടുത്ത വർക്ക് കിട്ടണ്ടേ? എടാ ഒരു വർക്ക് കിട്ടാൻ വേണ്ടി ഒരുത്തന്നെ ജീവിതം തുലയ്ക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്, നീ പേടിക്കണ്ട. നിനക്ക് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം? കമ്പനി ഉണ്ടാക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, 2 മാസത്തിന് നല്ലൊരു ഉഗ്ര വർക്ക് ഞാൻ പിടിച്ചു തരാം നിനക്ക്. ഇവിടെ തന്നെ ദാണ്ടെ ഈ ഇരിക്കണ ഉരുപ്പടി ഉണ്ടോ? 2 3 മാസം അതിനപ്പുറം പോകില്ല, നമുക്ക് റെഡിയാക്കാം. അമ്മാവോ എന്താ വിഷമിച്ചിരിക്കുന്നേ? അത് എലിയെ പിടിക്കാനാടാ. എലിയെ പിടിക്കാനോ? ആ വിഷം വെച്ചേക്കുന്ന എലിയെ പിടിക്കാനാ. കൊടിയ വിഷമാ, ശകല അകത്ത് എന്നാ മതി, തട്ടിപ്പോ. അതിന്റെ തന്തയോട് പോയി പറ. ഓ ഇത് ചില്ലറാളൊന്നുമല്ല, ആളിങ്ങനെ ഇരിക്കണ നല്ല കേൾവി ശക്തിയാ. പിന്നെ ഈ കല്യാണത്തിന് പോയില്ലായിരുന്നു അങ്ങോട്ട്? ആരെ അങ്ങോട്ടോ? ഞാൻ പോകാൻ ഞാൻ മനഃപൂർവ്വം വണ്ടി കയറി ഒരുപാട് ദൂരം യാത്ര ചെയ്യണ്ടേ. അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മുള്ളാൻ മുട്ടും, അതാ പോകാത്തെ. അപ്പൊ കൊണ്ടുപോകാഞ്ഞതല്ല. എടാ ഇവർക്ക് എന്തുവാ പറഞ്ഞോണ്ടിരുന്നത്? അല്ല ഇതെന്തോ ഇവനെന്തോ അല്ലോ മനസ്സിലായില്ലേ? ഇല്ല മനസ്സിലായില്ല. ഇതാണ് നമ്മുടെ ഇവിടെ കല്യാണത്തിന് കാറ്ററിംഗിന് വന്ന പയ്യന്മാരാ. ഫുൾ സെറ്റപ്പാ. കേട്ടതെന്ന് വെച്ചാ ഭക്ഷണം അറേഞ്ച് ചെയ്ത് ഓ കൊടുക്കുന്നത്. പാചകത്തിന്റെ. അതെ അതെ അപ്പൊ പെണ്ണുങ്ങളൊന്നും ഇല്ലേടാ? പെണ്ണുങ്ങൾ ഇവിടെ വരുന്നില്ല. പെണ്ണുങ്ങൾ ഞങ്ങളുടെ കമ്പനിയിലാണ്. അതെ അതെ. ഞങ്ങൾ ഇവിടെ കൊണ്ട് ഫുഡ് കൊണ്ടുവന്ന് സെർവ് ചെയ്യും. ആ വെറുതെ ഇവിടെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല, കല്യാണത്തിന് പോയാൽ മതി. എല്ലാത്തിനും കൊണ്ടാണ് അമ്മ പറഞ്ഞത്. അല്ല പിന്നെ ചുമ്മാ എല്ലാ കല്യാണത്തിന് പോകാതെ ഇവിടെ കൊണ്ടുവന്ന് അതൊന്നും അല്ല. കല്യാണം എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ കാലത്തെ കല്യാണമാണ് കല്യാണം. ഉള്ള കാര്യം ഉള്ള പോലെ പറയാമല്ലോ അല്ലേ കുഞ്ഞുങ്ങളെ. അന്നത്തെ കല്യാണത്തിന് ഞങ്ങൾ നാട്ടിലെ കുറെ ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ വട്ടം ചൂടി അങ്ങ് കൂടും. അവിടുന്ന് വന്നു കഴിയുമ്പോ രമണി, സരസ, ഓമന. ഈ ഓമന ഇങ്ങോട്ട് തേങ്ങ ചേരണ്ടാൻ വന്നിരുന്ന് കഴിഞ്ഞാലേ ഒന്നും പറയണ്ട, ചീട്ട് കളി കഴിയുന്ന സകലമായ ആണുങ്ങൾ ചീട്ടെല്ലാം വലിച്ചെറിഞ്ഞേച്ച് കാര്യം പറഞ്ഞല്ലേ ഓടിക്കൂടെ വരുന്നത്. പിന്നെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. ഓമന തേങ്ങ ചേരണ്ടാൻ വന്നിരുന്ന് കഴിഞ്ഞ ഞാനൊരു 250 തേങ്ങ എങ്കിലും ഞാൻ ചേരണ്ടോ. ചിരണ്ടി എന്തായാലും ഈ കോലം ആയല്ല. അമ്മ വിഷമിക്കണ്ട, അടുത്ത കല്യാണത്തിന് അമ്മാവൻ ഞങ്ങളോട് പോര്, അമ്മാവനെ ഞങ്ങൾ കൊണ്ടുപോകാം. നിന്റെ ജീവൻ തിരിച്ചിട്ടേ ബാക്കി. എടാ നിനക്കറിയാം ഇയാൾക്ക് ഒരു അസുഖമുള്ള, ഇയാളുടെ ദേഹത്ത് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഇയാൾക്ക് വെട്ടലിന്റെ അസുഖം വരും. എടാ പണ്ട് ഇയാൾ റോഡേ നടന്നു പോയപ്പോഴേ ഈ പട്ടി കടിച്ചതാ. 1-2 പട്ടി ഓടിച്ചിട്ട് കടിച്ച്. ആ പട്ടിയുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പട്ടിയേക്ക് പട്ടി കടിച്ചതാ. പട്ടി ബുദ്ധിപൂർവ്വം മാറി അടി ഈ പട്ടിക്ക് ഉണ്ട്. ഓ എന്തോ പറഞ്ഞാലും കേൾക്കാൻ വേണ്ടി ഇവിടെ എന്തോ മൈക്ക് സെറ്റ് ഫിറ്റ് ചെയ്തേക്കുവാണോ? ഇതെന്തോ കഷ്ടമെന്നാണ്. എടാ ഇനിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യണം, നോക്കിയും കണ്ടും വേണം ആളുകളോട് സംസാരിക്കാൻ, പ്രത്യേകിച്ച് ഇയാളുടെ ദേഹത്തോടരുത്. അമ്മാവ നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം ചെറുക്കനും തട്ടല്ലോ സാരി ഇവിടെ വെറുതെ ഇവ കൊച്ചിനെ കാല തട്ടല്ലോ തട്ടോ എന്റെ മരുമോളാ. എവിടെ പോന്നു? അതെന്ത്? എടാ ഇതിനകത്ത് ഇപ്പൊ കേറാൻ പറ്റത്തില്ല. അതെന്താന്ന്? നിങ്ങളോട് 4:30 ഇവിടെ വരണമെന്ന് പറഞ്ഞു. 4:30 ഇതിനകത്ത് കയറണമെന്ന് പറഞ്ഞു. ഇപ്പൊ 4:35 ഇനി 8 മണി കഴിഞ്ഞാലേ പെണ്ണിന് ഇതിനകത്തോട്ട് കേറാൻ പറ്റത്തുള്ളൂ. ഈശ്വര ഇത് എന്തൊരു കഷ്ടപ്പാടാന്ന് പറ. ഞാൻ എന്തെല്ലാം ത്യാഗം സഹിച്ചാന്നറിയാം ഞാൻ ഒരു പെണ്ണ് കെട്ടിയത്. ഞാൻ ആദ്യം ഒന്ന് കെട്ടിയതാ, സത്യം. ഞാൻ ഒന്ന് കെട്ടിയതാ. ഞാൻ ആദ്യ രാത്രി ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു, സത്യം. ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ആ പെണ്ണ് എന്നെ ഇട്ടിട്ട് പോയി. നീ അങ്ങനെ പോവോ കൊച്ചേ? എന്നെ ഉപേക്ഷിച്ചിട്ട് പോവോ? ഇല്ലല്ലോ. നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണത്തില്ലേ? അങ്ങനെ ഞാൻ നിസ്സാരമായ ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇട്ടിട്ട് പോയി. അന്നത്തെ ഞാൻ സ്ത്രീകളെ ഞാൻ ഉപേക്ഷിച്ചതാ, സത്യം. ഞാൻ ഇനി വിവാഹം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞതാ. അപ്പോൾ ഈ അമ്മയെ നിർബന്ധിച്ച് ജോത്സ്യം നിർബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു പെണ്ണ് കാണാൻ പോയി. ഞാൻ പെണ്ണ് കണ്ടുപോയി, ഇഷ്ടപ്പെട്ട് ആ കല്യാണം നടത്തി. യവനാണ് എൻ്റെ വില്ലൻ, സത്യം. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പെണ്ണ് കെട്ടിയപ്പോൾ പറഞ്ഞാൽ എന്തെന്നറിയാം? ജീവിതകാലം മുഴുവൻ ആ പെണ്ണ് നിന്റെ കൂടെ ഉണ്ടാവുമെന്ന്.
എന്നിട്ട് ആദ്യ രാത്രി അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അത് നീ സ്വപ്നം കണ്ടതുകൊണ്ടല്ലേ? അപ്പൊ അവൻ എന്തോ എഴുതി കുറിച്ച് വെക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. മനസ്സിലായോ? ആ അത്രക്ക് അവന് 2 മക്കളുണ്ട്, 2 പെൺമക്കള്. അവരുടെ മുഹൂർത്തം എത്രയെന്നറിയോ വെച്ചത്? 10-നും 10:30 ഇടയ്ക്ക് രാവിലെ 1 മണിയായപ്പോൾ എല്ലാവരും പിരിഞ്ഞ് ഭാര്യയും അവരെ മോളും ഭർത്താവും ഫ്രീ ആയി അവർ നല്ല കാര്യങ്ങളായിട്ട് അവരങ്ങനെ പോയി. എനിക്ക് വെച്ചത്ര മുഹൂർത്തം 2ാമത്തെ കല്യാണത്തിന് വെച്ചേക്കുന്നത് രാവിലെ 7-നും 7:30 ഇടയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം. പെണ്ണിന്റെ വീടാണെന്നറിയാവോ? 250 കിലോമീറ്റർ അപ്പുറം പോകണം. എടാ അല്ല നിനക്ക് ഇവിടെ നിന്നാണ് പെണ്ണ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ അത് ശരിയാ. അത് അതായിക്കോട്ടെ. സ്വഭാവം വെച്ചാൽ എന്നാൽ ഈ പെണ്ണ് കിട്ടത്തില്ല. 250 കിലോമീറ്റർ പോകുമ്പം ഞാൻ എന്ന് പോകണം കല്യാണം കഴിക്കാൻ? ഞാൻ മെനഞ്ഞാന്നേ പോയി. എനിക്കല്ലേ ആവശ്യം, ഞാനല്ലേ അത്യാവശ്യക്കാരൻ. ഞാൻ പോയി. അങ്ങനെ ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പോഴത്തേനും ഒരു 5 മിനിറ്റ് വ്യത്യാസം വന്നപ്പോൾ ഇപ്പം എന്നെ അകത്ത് കെട്ടാതിരിക്കുക. ഞാൻ എന്തോ ചെയ്യും? നിങ്ങൾ പറ. എടാ നിങ്ങൾ സഹിക്കുവോ? മോനടാ ഈ കൊച്ചു സഹിച്ചോണ്ട് നിൽക്കുക. സത്യം. ചെറുക്ക നീ എന്താ പറയുന്നേ? ആ. എടാ നിനക്ക് കയറാം. എനിക്ക് കയറാന്നു. അതെ, ഈ ജാതക പ്രകാരം അങ്ങനെയാണ്. ഈ പെൺകുട്ടിക്ക് അകത്ത് കയറാൻ പറ്റാതേ ഉള്ളൂ. സ്ത്രീ പ്രവേശനേ കർമ്മണ ജാതകസ്യ രാത്രികാലേന ശുഭസ്യ. അത് പറ. ആഹാ. മോന് മനസ്സിലായല്ലോ? ആ. ഈ സ്ത്രീ വലതുകാലേന സ്വാഹായ ഇടംകാലേന വിനാശാഹ. ആഹാ. ആ, അതല്ലേ? അപ്പൊ എനിക്ക് കയറാം. നിനക്ക് കയറാം. ഇപ്പോൾ ഏത് തരക്കാരി എത്തരക്കാരിയാണെന്നറിയാതെ ഞാൻ ഇവിടെ ഒറ്റക്കിട്ടിട്ട് എനിക്ക് പോകാൻ ഒക്കുവോ അകത്തോട്ട്? അല്ല മോളെ കണ്ട മാമ്പഴം പോലെ ഇരിക്കുമല്ലേ? വല്ല വവാല വല്ല വന്ന് ചപ്പിയാ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മോളെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. ഒരു കാര്യം ചെയ്യും, ആ. മക്കൾ എന്തായാലും 8:30 കയറിയാൽ മതി കേട്ടോ. ഓ, ഇനി 8:30 കയറുന്നുള്ളൂ. അതാ മുഹൂർത്ത സമയം, അതാ പറഞ്ഞാൽ മനസ്സിലായല്ലേ കേട്ടോ. അതും പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ പൊറോട്ടയും ചപ്പാത്തിയും തണുത്ത് പോയി ടേസ്റ്റിലും നിന്റെ അടുത്ത് പറഞ്ഞേക്കരുത്. ഏയ്, അതെ, തണുക്കാൻ സമ്മതിക്കരുത്. ഒരു കാര്യം ചെയ്യ്. നമുക്കെല്ലാം കഴിച്ചിട്ടിരിക്കാം. ഇവിടെ അവിടെ നിൽക്കട്ടെ. വാ, 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 ചേച്ചി വാ, ചേച്ചി വാ. അത് കൊള്ളാലോ. ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾ കഴിക്കാൻ പോന്നോ? ഞങ്ങൾ കയറിയിട്ട് കഴിച്ചാൽ മതി ഇന്ന്. അയ്യാ, അതങ്ങനെ തണുത്ത് പോയാൽ കഴിക്കാം. ആ തണുത്ത് പോയി കഴിക്കണ്ട. ഞങ്ങളില്ലാതെ ആരും കഴിക്കണം. ഞങ്ങൾ അകത്ത് ഇവിടെ പുറത്തിട്ടിട്ട് അവർ കഴിക്കാൻ പോകും. സമ്മതിക്കണോ? അത് എടാ സരസാ, നീ ഇവിടെ നിൽക്ക്. സമ്മതിക്കണോ? അത് ഉറക്കെന്ന് പറഞ്ഞേ. ആ കണ്ടോ? സരസാ, നീ ഇവിടെ ആളുണ്ട്. നിൽക്ക്. ഞാൻ എന്തായാലും പോയി കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഞാനിപ്പോ എനിക്ക് എന്റെ വിശക്കുവാ. ഫുഡ് സമ്മതിക്കത്തില്ല പറഞ്ഞ പച്ച വെള്ളം കൂടി ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ എന്റെ ഫുഡ് ഞാൻ എന്ത് ചെയ്യും? നിന്റെ പുട്ട് നീ വരും. ഞാൻ പറഞ്ഞുതരാം നിനക്ക് വെക്കേണ്ട സ്ഥലം. ഇപ്പൊ എന്താ ചെയ്യ്? എന്തെങ്കിലും പറഞ്ഞാൽ കൊച്ചിനെ അകത്തോട്ട് കയറ്റാൻ നോക്ക്. ഇതിപ്പോ നമ്മൾ ജോലിച്ചിട്ട് നിങ്ങൾ കുറിച്ച സമയത്ത് കയറില്ലെങ്കിൽ ദോഷം വരും. ആ, സരസാ, ഈ ജ്യോത്സ്യപ്രകാരം വേറൊരു കാര്യം കൂടെ ആ, പറയുന്നുണ്ട്. എന്താന്നാ? സ്ത്രീ പ്രവേശനേ രാത്രികാലത്തെ ശുഭസ്തി എന്നാണല്ലോ. അത് 7 മണിക്ക് കഴിഞ്ഞാലും കേറാം. അത് 4:30 5 മണിയാലും കുഴപ്പമില്ലെന്നാ പറഞ്ഞിട്ടുണ്ട്. നീ അങ്ങനെ ജാതകം മാറ്റണ്ട. തിന്നാൻ വേണ്ടി ഒരു ജാതകം മാറ്റുന്നത്. അതോ ഞാൻ ആദ്യം ഞാൻ കള്ളനാന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ കള്ളനാണ്. സരസാ, നമുക്ക് കഴിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്ത് അതി മാറ്റി കേറി. ഒന്ന് വിളിച്ചോണ്ട് വാ. ഒന്ന് വിശക്കുകയും ചെയ്യുന്നു. എന്തുവാ ഇത്? ജാതകത്തിനകത്തൊക്കെ ഒരു വിശ്വാസം അമ്മയ്ക്കുള്ളതാ അറിയാമല്ലോ. ആണ് ജാതകത്തിന്റെ വിശ്വാസം ഒന്നും പറയണ്ട. ഈ നിൽക്കുന്നതേ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നിന്ന് സംസാരിക്കുവാന്ന് ഈ തള്ളയുടെ വിചാരം. ഈ കള്ളൻ സത്യം 2 സെന്റ് വസ്തു ജീവിച്ചവനവൻ. ഞങ്ങൾക്ക് 10 ഏക്കർ വസ്തു ഉണ്ടായിരുന്നു. സത്യം. ഇപ്പൊ ഞങ്ങൾക്ക് 2 ഏക്കറും അവൻ 8 ഏക്കറും. അവരുടെ വിശ്വാസം കൂടിയാ. വിശ്വാസം കൂടി. എടാ അങ്ങനെയാണോ ജോത്സ്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ കാര്യം നോക്ക്. എന്തായാലും അല്ല, എനിക്ക് ഇനി ചതി പറ്റാൻ വയ്യ. എനിക്ക് എന്റെ പെണ്ണിനെ വേണം. അതുകൊണ്ട് ഞാൻ ഇനി 8:30 ആയിട്ടേ കയറുന്നുള്ളൂ. ചേട്ടാ അവര് കഴിക്കട്ടെ ചേട്ടാ. എന്നാ അവര് കയറും. വാ, 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 വല്ലതും കഴിക്കാം. പിന്നെ അതിന് മുമ്പ് എന്തായാലും ഇപ്പൊ നേരം കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ അകത്തോട്ട് കയറുന്നുള്ള കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട് കേറിക്കോ, കേറ്. അതെ, ഓയ്, 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 കേറപ്പോ. കേറ്. ഇങ്ങ് നേരെ ഇങ്ങോട്ട് കേറുക. വലത് കാല് വെച്ച് കേറ്. വലത് കാല് വെച്ച് കേറ് സരസാ. അതെ, ആദ്യം ഇടത് കാലിന്ന്. ചെയ്യാനാന്ന് പറയുന്നത്. അത് അയ്യോ, ഇത് കേറുമ്പോ ഇത് കട്ടം. ഇത് പറഞ്ഞാലും മനസ്സിലാവും. വലത് കാല് വെച്ച് കയറും മോനെ. ഇത്രയും ദൂരെ പോയി ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് വരാൻ എനിക്കറിയാം. വീട്ടിലെടുത്ത് കയറാൻ വലുതാല് എടുത്തുകാല് വലുതും എടുത്തുമൊക്കെ പോയി. ഇനി വേറെ 3-ാമതൊരാൾ വന്നിട്ടുണ്ട് നല്ല മഞ്ഞ നിറത്തില്. ഒന്ന് കയറാൻ നീ റെഡിയാണോ? ഇങ്ങനെ നോക്ക്. ശരി, റെഡി. 1 2 3 4. ഒരു കാര്യം അങ്ങ് മറന്നുപോയി. എന്തോ അമ്മാവന് പറയാനുണ്ട്. ഇന്നപ്പോഴാ ഓർത്തെ. എന്റെ പൊന്നു കുഞ്ഞെ കാല് കഴിയിട്ട് അകത്തോട്ട് കയറിയ എന്നെ വഴിയെ കാണിക്കുന്നത് ഇത് അവനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. കൊച്ചാട്ടൻ ഇതവരെ അറിയാമല്ലോ. നിങ്ങൾ എടുത്തോണ്ടുന്ന പയ്യനല്ലേ അവൻ? അതെ, ആ കുഴപ്പമുള്ളൂ. എന്റെ കൊച്ചാട്ടൻ അവന് വെള്ളം അലർജിയാണ് ചെറുക്കന്. അവന് വെള്ളം പെറുത്തുന്നത് ഇഷ്ടമല്ലെന്ന്. ഉള്ള കാര്യം അങ്ങ് പറയല്ല കുഞ്ഞുങ്ങളെ. ആ പുളിയും നനയൊന്നും ഇല്ല. അയ്യോ, ആ വെള്ളം മോനെ 7 വയസ്സിൽ ഈ ചെറുക്കൻ വെള്ളം കണ്ട് പേടിച്ചതാ. അത് അന്ന് ഇന്ന് വരെ വെള്ളം തൊട്ടിട്ടില്ല. ഞാൻ ഇവൻ അറിയാതെ നോർത്ത് മുക്കി തുടച്ചെടുക്കുക ചെയ്യുന്ന ഉറക്കത്തിലേ. അവര് നാളെ നോക്ക്. 8 ഗുണം 10 ഗുണം അങ്ങനെ ഉണ്ടേ. എന്റെ മക്കളെ കുഴപ്പമില്ല, ഒരിക്കത്തില്ല. വാടാ
നീ കയറി വാടാ. മഴ കുഴപ്പമില്ലടാ. വാ, ഇവിടെ, ഇങ്ങ് വാ. വെള്ളം മാറ്റാം, അവന് പേടിയാന്ന്. ഇങ്ങോട്ട് മാറുന്നില്ലേ? ഹിന്ദി കണ്ട അവൻ അന്നേരം പേടിയാ. എന്നാ ചെയ്യാൻ പറ്റും? ഇനി വാ, ഇനി കയറി, ഇനി കയറി വാ. ഇങ്ങോട്ട് കയറി വാ. കേറി വാ, കേറി വാ, കേറി വാ, കേറി വാ, കേറി വാ. ഇങ്ങോട്ട് വാ. അങ്ങനൊന്നും ഇല്ല, ഇപ്പൊ എനിക്ക് പേടിയൊക്കെ മാറി. സരസ, സരസ. ആ, എനിക്ക് ഈ വെടി കേൾക്കുമ്പോഴാ സരസാന്ന് ഒരു രസയുടെ പേരായി സരസൻ. അങ്ങനെ ആരും ഇടുവാൻ ആ പേര് എന്താടാ പിന്നെ? എന്തിനാ സരസൻ എന്നല്ല വേറെ ഒരു പേര് ഇടായിരുന്നു അമ്മയ്ക്ക് ഇടാന്. ഓരോ SI-മാരുടെ പേര് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇൻസ്പെക്ടർ ഗരുഡൻ, ഇൻസ്പെക്ടർ ബൽറാം, എനിക്കിട്ടുവാ സരസൻ. നിങ്ങൾക്ക് വേറെ ഒരു പേരും കിട്ടില്ലേ? എന്റെ മോനെ, ഞാനൊരു പെൺകുട്ടിയെ ആഗ്രഹിച്ചത്. മക്കളെ, ഞാൻ ഒരു പെൺകുട്ടിയെ ആഗ്രഹിച്ചത്. അവക്ക് ഇടാൻ വെച്ചിരുന്ന പേരാ ഈ സരസ എന്ന്. അവർക്ക് ഇടാൻ വെച്ചിരുന്ന പേരെ നോക്കിയപ്പോ ആണാ ജനിച്ചത്. അതിന്റെ കൂട്ടി ഇൻ കൂടെ കയറ്റി വെച്ചു കൊടുത്തു, സരസൻ. ആ ഇന്നിട്ടില്ലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി SI സരസേന്ന്. അതെ, നിങ്ങൾ അതും ഇതും പറഞ്ഞ് കളിച്ചോണ്ട് നിൽക്കാതെ ഇതിനകത്തോട്ട് കേറണ്ടായോ? ഒരു കാര്യം ചെയ്യേ, അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വായിച്ച് അകത്തോട്ട് കേറിക്കോ. ഓ ശരി ശരി. മതി മതി മക്കളെ, മതി 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 മക്കളെ, മതി മതി മതി. മതി മക്കളെ, ഇടയില് മതി മതിയടി, മതി. അനുഗ്രഹം മേടിച്ചതല്ല അമ്മേ, പിന്നെ ചില്ലറ വിറക്കിയതാ. ജീവൻ രക്ഷാ പോളിസി എടുക്കണ്ടായോ? നന്നായി, നല്ല ഭാര്യ. ഇതിലുള്ള കൊച്ചാ അല്ല മോനടി, അതാണ്ടാ അമ്മാവന്റെ കാലെ തൊട്ട് വിടൂ. അമ്മാവന്റെ അമ്മാവന്റെ അനുഗ്രഹം വാങ്ങി ചെല്ല്. മണ്ട പോയ തെങ്ങിൽ ആരെങ്കിലും കരിക്കിടാൻ കയറുവമ്മേ. അങ്ങനെ ഗുരുത്വദോഷം പറയാ. അടുത്ത കാറ്റിൽ തീരാൻ നിൽക്കുന്ന സാധനമാ ചായാന്. ഗുരുത്വദോഷം പറയാ. അടങ്ങിയിരി, ചുമ്മാ പൂത്തവരാണ് മുതിർന്നവരെ ഇങ്ങനെ പറയുന്നത്. ഇല്ലമ്മ. അടങ്ങിയിരിക്കണേ മോനെ. ഇരിക്കാം. അല്ലടാ കുഞ്ഞെ, നീഞ്ഞു വന്നേ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ ആദ്യ രാത്രിക്ക് നീ അങ്ങോട്ട് പോവാണ്. അപ്പൊ കാരണവന്മാരെ എല്ലാം മനസ്സിൽ ധ്യാനിച്ച് അമ്മാവൻ പറയണത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ആ അമ്മാവ പറ. അമ്മാവൻ പറയാൻ പോവാണ്, മോനെ എടാ കുഞ്ഞെ, നീ നാളെ നീ അല്ലാതെ ആരെങ്കിലും ചെന്ന് കേൾക്കാൻ നിൽക്കുവോ? അങ്ങനെ അസുഖം അറിഞ്ഞൂടായോ? അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെന്ന് വിചാരിച്ചാ ഞാൻ പോകുന്നില്ല. കൊള്ളാം. ആ മാമനെ കൊല്ലാൻ നടക്കാന്നോ മോനെ? ഒരാൾ ചെയ്, വിളക്കെടുത്തോണ്ട് വരാം. അയ്യോ, നിങ്ങൾ വിളക്ക് ആ വിളക്ക് കൊണ്ടുവന്നോ? ചെറുതേരെ, ഇതിനകത്തോട്ട് വാ. കൈ പിടിച്ച് കയറ്റട്ടെ. ഇവിടെ വിളക്ക് ഇവിടെ. എന്തിനാ മോനെ? ഇത് കത്തച്ചില്ലായോ? യാത്രയൊന്നും കുഴപ്പമില്ല. നല്ല യാത്രയായിരുന്നു. 200 കിലോമീറ്റർ ഉള്ളായിരുന്നു. പിന്നെ കൊല്ലും ഞാൻ ഇത് കഴിയട്ടെ. ഇതിന് കേറാൻ വേണ്ടി ഞാൻ വേറെ മുഹൂർത്തം കൂടെ നോട്ട് ചെയ്ത് അയ്യോ, ഇനിയുണ്ടോ മുഹൂർത്തം? ഈ മുഹൂർത്തം വേണമെങ്കിൽ ഇനിയും കുറിക്കാൻ വേണ്ട, ഇനി മുഹൂർത്തം വേണ്ട, ഇനി കേറിയാ മതി. ചേച്ചി വിളക്കൊന്ന് പെട്ടെന്ന് കൊണ്ടുവാ. ആ ഇതാണ്. അയ്യോ, ഇതിന്റെ ഐശ്വര്യം വരുന്ന വരക്ക് കണ്ടു. കണ്ടോ കത്തുന്ന കത്ത്? ഞാൻ കത്തിച്ച തീയാ. കത്തുന്ന ആള് കത്തുന്ന കണ്ടോടാ. ആ ഇതാ പറഞ്ഞ അണയാൻ പോണ വിളക്ക് ആളി കത്തു. ഈ കത്ത് കണ്ടപ്പോഴേ ഞാൻ ആദ്യം എന്തിനാ അമ്മ ഇത്രയും പന്തം പോലെ കത്തിച്ചത്? ജോത്സ്യത്തിലൊന്നും വിശ്വാസമില്ലാത്ത ചെറുക്കൻ. ജോത്സ്യത്തിന് വിശ്വാസം ഉടനെ തെറ്റ് കിടക്കാൻ പോകുന്നേ ഉള്ളൂ. സന്തോഷമായിട്ട് ഈ വിളക്ക് അങ്ങോട്ട് വാങ്ങിച്ചു. ഒരു മിനിറ്റ്. നല്ല വിളയല്ലേ ചേട്ടാ? അതിലില്ലായിരുന്നല്ലോ, ഇല്ല, അതാണ് മാറിയത്. കൊറേ നേരമായി എന്റെ കൈ കിടന്നുണ്ട്, അപ്പൊ ഇപ്പുറത്തോട്ടൊന്ന് മാറ്റിയിട്ടതാ. വിളക്ക് അങ്ങോട്ട് വീച്ചാട്ടെ. അങ്ങോട്ട് വലങ്കാലം വെച്ച് അങ്ങോട്ട് കയറിയാട്ടെ. ധൈര്യമായിട്ട് പോക്കോ. ഇങ്ങോട്ട് വെക്കാം, അകത്ത് കൊണ്ട് വെച്ചാട്ടെ. സന്തോഷത്തോടെ. അങ്ങോട്ട് വെക്കോ. നീ ഇതങ്ങോട്ട് കയറി തള്ളിയാ. ഞാൻ അങ്ങോട്ട് പോകണ്ട അമ്മ. അവിടെ ഇപ്പൊ പോണ്ട, നീ അവിടെ അങ്ങോട്ട് നില്ല് കേട്ടോ. കഴിഞ്ഞ പെണ്ണ് ഇറങ്ങി പോയെങ്കിൽ 2.5 പവന്റെ വള എന്റെ കയ്യിലിട്ടത്. ഊരിയപ്പോ ഞാൻ വിചാരിച്ചു എന്റെ കൈ ഇങ്ങോട്ട് മണ്ട മറിയാനായിരിക്കും കേട്ടോ. നശിച്ചു പോത്തേ ഉള്ളൂ. എന്തിനാ അമ്മ ഇനി ഞാൻ കേറണ്ടായോ? എങ്ങോട്ട് കയറണം? അങ്ങോട്ട് കയറാന്. എങ്ങോട്ട് കയറാന്? അമ്മ ഞാൻ അങ്ങോട്ടല്ലേ അമ്മ പോണ്ടേ? എങ്ങോട്ട് കയറാനെന്നാ? ഇവിടെ ചടങ്ങുകൾ കാര്യമുണ്ടോ ഇനി? ബാക്കി അതൊന്ന് പറഞ്ഞുവിടായോ അമ്മയ്ക്ക്? മോളടി വാ, ഇങ്ങോട്ട് വാ. ഇവിടെ ചടങ്ങ് കൊണ്ട് ഇങ്ങോട്ട് വന്നില്ലേ? ഇവിടെ വാ, ഇങ്ങോട്ട് വാ. ഈ ജ്യോതിഷ പ്രകാരം ഈ പാലും പഴവും കഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അകത്തോട്ട് പോകാം. ആ സമയം കുറിച്ച് വെച്ചിട്ടുണ്ട്. പാലും പഴവും ഈ രാത്രി ഞാൻ 8:30 പാലും പഴവും കുടിച്ചിട്ട് പോയാൽ മതി. അവിടെ നില്ല്. പാലും പഴവും തിന്നെ ഞാൻ ഇവിടെ തത്തമ്മേ. പകുതി കുടിച്ചിട്ട് ഈ തള്ളയുടെ കൈ കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പാല് മേടിക്കുന്നത്. സത്യം, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഗ്രഹിണി പിടിച്ച് നടന്നപ്പോൾ എനിക്ക് ഒരു തുള്ളി പാല് തന്നില്ല ഈ തള്ള. ഇപ്പൊ തരുവോ പാല്? പകുതി അന്ന് തന്നിരുന്നെങ്കിൽ ഞാനിപ്പം DYSP ആയേനെ. സത്യം. മോനെ പകുതി കുടിച്ചിട്ട് പകുതി ഇവക്ക് കൂടി കേട്ടോ. അല്ലേ വേണ്ട, കുടിച്ചിട്ട് തന്നാ മതി. ചേട്ടൻ കുടി. അല്ല, നീ കുടിച്ചിട്ട് പകുതി തന്നാ മതി. ഇല്ല, ചേട്ടൻ കുടിച്ചോ. കുടിച്ചിട്ട് പകുതി മതി. അതേതായാലും നന്നായി. പേപ്പട്ടിക്കാലും വിഷം അവന്റെ പല്ലിന്. അവൻ കുടിച്ചു തന്നെ ഒരുപാട് കുഴപ്പമില്ല. എന്നാ പിടിച്ചാ. മതി മതി മതി. അത് ചടങ്ങാണ്. ചടങ്ങ് വെറും ചടങ്ങല്ലേ ഉള്ളൂ. ഒന്നും കളിക്കാൻ പറ്റില്ല. അതാ കുഴപ്പമില്ല കേട്ടോ.
അപ്പൊ എല്ലാ ജോത്സ്യരെ അപ്പൊ സരസ ശാന്തി മുഹൂർത്തം തെറ്റിക്കണ്ട. അയ്യോ ഇനിയുണ്ടോ സരസ് മുഹൂർത്തം ഉണ്ട്. അയ്യോ അതിന് പ്രത്യേക മുഹൂർത്തം എഴുതിയിട്ടുണ്ട്. ധൈര്യമായിട്ട് പോക്കോ, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോക്കോ. മുഹൂർത്തമാണ് ഇപ്പോഴേ. അതെ ഇപ്പൊ കറക്റ്റ് മുഹൂർത്തമാണ്. ധൈര്യമായിട്ട് പോക്കോ. ഇവിടെ വരത്തില്ല. നിനക്ക് നീ അങ്ങോട്ട് പോയി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. മക്കൾ അങ്ങോട്ട് പോ. ചെല്ലേ ചെല്ലങ്ങോട്ട് ചെല്ലേ. ഓടാ നിൽക്കാം. അറിയാവല്ലേ എനിക്ക് ആകെ ഒറ്റ മോനേ ഉള്ളു. മനസ്സിലായല്ലേ? അപ്പൊ പിന്നെ അവന്റെ സ്വഭാവത്തിലൊക്കെ ഒത്തൊരുമിച്ച് വേണം നിൽക്കാന്. നിങ്ങളെ ജീവിതം നിങ്ങൾ വേണം നോക്കാൻ. ഒരുത്തി പോയത് ഓർമ്മയുണ്ടല്ലോ. മനസ്സിലായല്ലേ? വെറും നിസ്സാര കേസ് കിട്ടണേ പോയത്. അപ്പൊ മക്കള് അങ്ങോട്ട് അവന്റെ സ്നേഹവും ഇണങ്ങിയും പിണക്കി അറിയാവല്ലോ. ആ സ്വഭാവമൊക്കെ മനസ്സിലാക്കി വേണം മോളിന് മുമ്പോട്ടുള്ള ജീവിതം നയിക്കാൻ. അല്ലേ? പിന്നെ അല്ല. അപ്പൊ ശാന്തി മുഹൂർത്തം തെറ്റിക്കണ്ട. കൊച്ചങ്ങോട്ട് ചെന്നാട്ടെ, ചെല്ലാട്ടെ. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു. കഷ്ടം. ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണോ ഈ കൊച്ചിനെ ഈ പാതകത്തിൽ നിങ്ങൾ തയ്യാറായത്? ഇല്ലെന്ന് അവന്റെ അസുഖം മാറിയില്ലായിരുന്നോ? സ്വപ്നം കാരണം വെച്ചാൽ എന്റെ മോനെ അങ്ങനെ കുറ്റം പറയാനല്ലോ ജോത്സ്യരെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് പെണ്ണിന്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റത്തില്ലേ? അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം മംഗളമായ സ്ഥിതിക്ക് ഞാൻ നല്ലൊരു പെങ്കൊച്ചിനെ കൊണ്ട് ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്, കല്യാണം നടത്തി തന്നിട്ടുണ്ട്. എനിക്കുള്ള കമ്മീഷൻ എനിക്ക് കിട്ടിയാ ഞാൻ അങ്ങ് പോയേക്കാം. നിനക്കുള്ള കമ്മീഷൻ തരാമല്ലേ? അയ്യോ എടാ സരസ, എടാ പെങ്കൊച്ചിനെ ഉപദ്രവിക്കാറാ സരസ. സരസ ആരെങ്കിലും വന്ന് എനിക്ക് വയ്യ. വേണ്ട മക്കളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഇനി വന്ന് പറയട്ടെ, നിങ്ങളെല്ലാം ഓരോ വീട്ടിൽ കൊണ്ടുപോകണ്ടല്ലോ. നിങ്ങളെ ഒരു ഭർത്താവ് ഒരു ചെറിയ സ്വപ്നം കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ കൊണ്ട കാര്യമുണ്ടോ? സ്വപ്നമാണോ നടുവിനിടിക്കുന്നത്? അതെ മക്കളെ, അവൻ SI പറഞ്ഞ മനസ്സിലായോ? അവനാകുമ്പോഴത്തേക്ക് സ്വപ്നം കാണുമ്പോൾ കള്ളന്മാരെ ഇടിക്കി നടക്കാൻ സ്വപ്നം കാണുന്നത്. നമുക്ക് അവനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഒരു പോലീസുകാർ സ്വപ്നം കാണുന്ന അങ്ങനല്ലേ മക്കളെ? അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അവനെ നിന്റെ രണ്ടാമത്തെ ആദ്യ രാത്രി നീ ഇങ്ങനെ സ്വപ്നം കണ്ട ആ പെങ്കൊച്ചിന്ന് കരയുന്ന കുഞ്ഞിനെ എന്തെല്ലാം ചെയ്തടാ? പൊന്നു പോലെ കാത്തു സൂക്ഷിക്കട്ടെ. നീ എന്തെല്ലാം ചെയ്യടാ? പോയി വിളിച്ചോണ്ട് പോടാ. പോയി മാപ്പുറത്ത് പോയി വിളിച്ചോണ്ട് പോ. കഷ്ടം. അവന്റെ ഒടുക്കത്തെ സ്വപ്നം കാണുന്നു കേട്ടോ. ഒരു കുഞ്ഞെന്ന് കരയുന്നത്. ആദ്യത്തെ ഭാര്യ പോയത് ഇതല്ലേ സ്വഭാവം? അതെ വേണ്ട. ഞാനില്ല. വന്നേ പറയട്ടെ. വേണ്ട, ഇല്ല ഞാൻ സ്വപ്നം കണ്ടുപോയതല്ലേ. എന്റെ പൊന്നല്ലേ, വിഷമിക്കല്ലേ. ഞാൻ സ്വപ്നം കണ്ടതാ. ഇനി തല്ലില്ലല്ലോ. ഇല്ല സ്വപ്നം കാണല്ലേ, സ്വപ്നം കണ്ടതാ. കുഞ്ഞിന്റെ വിഷമം കണ്ടോ? അവൻ അറിയാതെ ചെയ്യുന്നതല്ലയോ? ആ പൊന്നുമോനെ അവൻ അറിയാതെ ഇവിടെ കിട്ടു ഇതാണ്ട് നിന്റെ ചില്ലറ പൈസ 2 രൂപ. അതവൻ മറന്നില്ലല്ലോ. ഇല്ല സരസ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതുപോലൊരു പെങ്കൊച്ചിനെ നിനക്ക് അല്ല ഞാൻ സ്വപ്നം കണ്ടാണ്. ഇനി നീ കാണരുത്. നിന്റെ കാല് പിടിക്കാൻ എനിക്ക് ചെല്ലാൻ പറ്റത്തിന്റെയാണ്. നിന്റെ ഭർത്താവല്ലേ, അവൻ പറയുന്നത് കേട്ട് നിന്നോണം. ഒരു കാര്യം ചെയ്യ സരസ. സരസ ഇങ്ങി വാ. നീ കൊച്ചിനെ കൂടെ വിളിച്ചോണ്ടെങ്കിൽ അകത്തോട്ട് പോ. കേട്ടോ, ഒരു കുഴപ്പം കാണിക്കല്ലേ. ധൈര്യമായിട്ട് 2 കൂടെ പോക്കോ. പോക്കോ. ഇടയ കന്യകേ പോവുക നീ
അനന്തമാ ജീവിത വീഥി ഇടറാതെ കാലിടറാതെ ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാ. വേറൊരു കാര്യമുണ്ട്. എന്തായാലും പറഞ്ഞത് മനസ്സിലായപ്പോ നല്ല കുഞ്ഞാ അവള് കേട്ടോ. അവള് കാര്യബോധമുള്ളവളാ. പക്ഷെ പഴയ ആദ്യത്തെ ഭാര്യ പോലല്ല ഇപ്പം കൊച്ച്. മാനവട്ടവള്. കുടുംബത്തിൽ പറഞ്ഞ ജീവിക്കാൻ പഠിച്ചൊരു കൊച്ചാ. മനസാക്ഷിയുള്ള ആളാ. അപ്പൊ എന്റെ കമ്മീഷൻ അങ്ങ് തന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. ഇവിടെ കമ്മീഷൻ അവിടെ ഒരേ തെരുവെന്ന് പറഞ്ഞാൽ തെരുവെന്ന് ഞാൻ വീണ്ടും അവിടെ ഏതാണ്ട് വേണം നടക്കുന്നത്. എടാ കല്യാണ മക്കളെ ദൈവമേ, ആ ചെറുക്കൻ എന്റെ പൊന്നുപോലെ അവൻ വീണ്ടും സ്വപ്നം കണ്ട് മോളെ എടുത്തിട്ട് ഇടിച്ചോ? ചേട്ടനല്ല സ്വപ്നം കണ്ടേ, പിന്നെ സഹിക്കും വയ്യാതെ ഞാനാ സ്വപ്നം കണ്ടേ. ചേട്ടാ ഞാൻ മേടിച്ചു പോയി കേട്ടോ. വീണ്ടും ആ ചെറുക്കൻ സ്വപ്നം കണ്ട് പെണ്ണെ എടുത്തിട്ട് ഇടിച്ചേ. ഇത് സ്വപ്ന ഫാമിലിയാണ് തോന്നുന്നത്. ഭർത്താവ് ഭാര്യ സ്വപ്നം കാണുന്നത്. മോളെ ഏത് സ്വപ്നമാ കണ്ടത്? നമ്മൾ ഈ തുണിയൊക്കെ നനച്ച് അയവിരിക്കത്തില്ലേ, ആ സ്വപ്നം ഞാൻ കണ്ടത്. ആദ്യ രാത്രി കാണാൻ പറ്റിയ സ്വപ്നം തന്നെ. തുണിയൊക്കെ അലക്കിപ്പിടിച്ച് അശാവിരിക്കുന്ന സ്വപ്നം കണ്ടെന്ന്. എന്നിട്ട് അവനെ വരേ ആര്? എടി നിന്റെ ഭർത്താവ് എന്റെ അമ്മ സരസര എവിടെയെന്ന് അലക്കി പിഴിഞ്ഞ് അയലിട്ടിരിക്കുന്നു. താങ്ക് യു. അങ്ങനെ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രേമൻ ചേട്ടൻ. ചേട്ടന് ഈ നാടകം, സിനിമ, സീരിയൽ ഇതിലെല്ലാത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ചേട്ടന് ഇഷ്ടപ്പെട്ട സുരക്ഷിത താവളം ഏതാണ്? സിനിമയാണ്. സിനിമ തന്നെയാണ്. സിനിമ തന്നെയാണ്. അതെന്താ? കാരണം സാമ്പത്തികം അവിടെ ഉള്ളൂ. എല്ലാരും പറയുന്നു നാടകമാണ് എന്റെ. എല്ലാരും പറയും. ഒരു നാടകം കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സിനിമയിൽ ഒരു വേഷം അവിടെ ഇട്ടിട്ട് വരും. അല്ല, ചിലര് പറയുന്നു സ്റ്റേജിൽ കിടന്ന് മരിക്കണമെന്നൊക്കെ പറയും. അതൊക്കെ പറയും. സിനിമയിൽ വേഷം മരിക്കണതെന്ന് അടിച്ചു വരും. ഞാനൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് എങ്ങനെയെങ്കിലും ശാലം ജീവനോടുകൂടി വീട്ടിൽ പോയാൽ മതി. ഞാൻ പ്രാർത്ഥിക്കുക അങ്ങനെ. നമുക്ക് എന്താണ് സാമ്പത്തികമാണ് ഏറ്റവും വലിയ ആവശ്യം. അത് നമ്മൾ അഭിനയമാണ് നമ്മൾ വെച്ചിട്ട് ജീവിക്കുന്നത്. അതിലെവിടെ കൂടുതൽ കാശ് കിട്ടണം അവിടത്തേക്ക് പോകും. നാടകമാണെങ്കിൽ നാടകത്തിലാണ് സിനിമയേക്കാൾ കൂടുതൽ കാശ് കിട്ടണം അവിടെ കിടക്കും. ചേട്ടൻ ഈ നാടകത്തിലെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും? പണ്ടൊക്കെ ഞങ്ങൾ പ്രൊഫഷണൽ നാടകം കളിക്കുമ്പോൾ കൊല്ലം നാടകം, തിരുവനന്തപുരം നാടകം, അങ്ങനെ ഒരു വകഭേദം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഓരോ ജില്ല അവിടുത്തെ പ്രധാന നടനെ ആയിരിക്കും എപ്പോഴും അനൗൺസ്മെന്റ് ഏൽപ്പിക്കുന്നത്. അതും ഈ കട്ട ബാസുള്ള. അപ്പോൾ ബെല്ല് കൊടുത്ത അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു, നാടകം മൂലധനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത് കേട്ട് ഞമ്മക്ക് അന്ന് മുതലേ എനിക്ക് ഇതിനോടുള്ള അടുപ്പം. നമ്മൾ സാധാരണ കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് എനിക്ക് പഠിച്ചത്. ഇപ്പൊ ചേട്ടൻ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അടുത്ത നാടകം, അടുത്ത ബെല്ലിന് നമ്മൾ നാടകം ആരംഭിക്കുകയാണ്. ഈ സ്റ്റേജിലേക്ക് കടന്നു വരുന്ന വെളിച്ചങ്ങളെല്ലാം കെടുത്തി എല്ലാവരും നാടകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാടകത്തിൻ്റെ പേര് മൂലധനം അല്ലെങ്കിൽ ഇന്ന ആണ് എന്ന് ഇത് ഞാൻ കണ്ടുപിടിച്ചത്. ഞാൻ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണെങ്കിൽ ഞാൻ NN പിള്ള സാറിൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ അനൗൺസ്മെൻറ്റ് ഈ തരത്തിൽ അതെ നാടകം ആരംഭിക്കുകയാണ്, എല്ലാവരും യഥാസ്ഥലങ്ങളിലൊക്കെ ഇരിക്കണം, ഈ സ്റ്റേജിലോട്ട് വരുന്ന പ്രകാശങ്ങളൊക്കെ ഒന്ന് കെടുത്തി നിങ്ങളെ നാടകത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കും, നാടകത്തിൻ്റെ പേര് 7 രാത്രികൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണ്. ആ രീതിയിലാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അത് എന്നെ കൂടുതൽ വശീകരിച്ചിട്ടുണ്ട്. ആ സാറിൻ്റെ ട്രൂപ്പിൽ ഞാൻ കുറച്ച് 1-2 ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ചെന്നതുകൊണ്ട് പിന്നീട് കുറേ കാലം അദ്ദേഹത്തിൻ്റെ സ്ലാങ്ങും കാര്യങ്ങളുമാണ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചില വേഷങ്ങളിൽ ഈ ഇഴച്ചിൽ കാര്യങ്ങളൊക്കെ വന്നത് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ സാറിൻ്റെ കയ്യിൽ നിന്ന് വന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷേ പറ്റിയ വിട്ടുള്ള ഏർപ്പാട് ചേട്ടൻ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. പക്ഷേ ആ പട്ടിയെ വിട്ടുള്ള പട്ടി വിട്ടുള്ള ഏർപ്പാടുണ്ടല്ലോ, അതത്ര ശരിയായില്ല കേട്ടോ. പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്റെ ബോർഡ് വെച്ചിട്ട് പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് എഴുതി വെക്കുന്നത് പോലെ ഈ വീട്ടിൽ മുണ്ട് പറിക്കും എന്നൊരു ബോർഡ് എഴുതി വെക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും.
ചേട്ടാ ശബ്ദത്തിൽ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും മറക്കാനാകാത്ത അനുഭവങ്ങളുണ്ടോ? തമാശകൾ അനുഭവങ്ങളെ ഉള്ളൂ. കാരണം നാടകത്തിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. കാശ് നാടകത്തിലെ കിട്ടാത്ത ഒന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അത് ഒരു ഒന്നൊന്നര അനുഭവമായി. അതൊരു അതിന് കാരണമുണ്ട്, ചേട്ടന്റെ പേരിൽ തന്നെ ഒരു പ്രേമമുണ്ട്. അല്ല, ആളിഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രേമിച്ചിട്ടുണ്ട് കേട്ടോ. പലരെയും ഇന്നും പ്രേമിക്കുന്നുണ്ട്. ഇതൊക്കെ ചേച്ചി അറിഞ്ഞുകൊണ്ടാണോ? ചേച്ചി അറിയുന്നില്ല എന്നാണ് എന്റെ വിചാരം. പ്രേമിക്കുന്നവരെങ്കിലും അറിയുന്നുണ്ട്. അവരറിയുന്ന ഒന്നാണ്. ഇനി പ്രേമൻ ചേട്ടന്റെ ആ പാട്ട് കൂടി ഒന്ന് കേൾക്കാം. പിന്നെ ആണോ നിർബന്ധമാണ്. ഞാൻ രാവിലെ സാധകം ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നലെ ചെയ്തായിരുന്നു. ഇന്നലെ കുളത്തിൽ വെള്ളമില്ലായിരുന്നു. കഴുത്തറ്റ് നിന്നാണല്ലോ സാധകം ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലെല്ലാവരും സംഗീതക്കാരാ, അതുകൊണ്ട് രാവിലെ എല്ലാവരും കുളത്തിലായിരിക്കും. പിന്നെ ചേട്ടൻ മാത്രമല്ല, ചേട്ടനാവുകൊണ്ട് വലിയ കുളമൊന്നും വേണ്ട, ബക്കറ്റിലങ്ങനെ വെള്ളം വെച്ചാൽ മതി. അതൊരു കുളമായിട്ടിരിക്കും. പക്ഷെ പാട്ട് കുളമാവില്ല. ആഗ്രഹപ്രകാരം ഒരു 4 പേര് മതി, ഞാൻ പാട്ടായിട്ട് കണക്കാക്കിക്കൊള്ളാൻ. ശരി. മാനത്തെ കായലിൻ മണപ്പുറത്തിൻ കാമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പോ നിലാവിറങ്ങി വന്നു നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. ഇനി കൊച്ചു പ്രേമൻ ചേട്ടന്റെ ഗാനമേളകൾ ബുക്ക് ചെയ്യുന്നതിന് സമീപിക്കുക സുരാജ്. വീട്ടിലെ വിശേഷങ്ങൾ. വീട്ടിലെ വിശേഷങ്ങൾ ഞാനും എൻ്റെ ഒരു ഭാര്യയും എൻ്റെ ഒരു മകനും അവിടെ അവിടെ ഉള്ളൂ. ചേട്ടൻ പ്രേമിച്ച് കെട്ടിയതാണെന്ന് പറഞ്ഞു. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇതുപോലെ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊന്നും. കാരണം ഞാൻ ഈ നേരത്തെ സുരാജ് സൂചിപ്പിച്ചല്ലോ, ഞാൻ അങ്ങോട്ട് പ്രേമിക്കുന്നതല്ല, ഇങ്ങോട്ടുള്ള പ്രേമമൊന്നുമില്ലായിരുന്നു. ആണ് ഒടുക്കൽ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് പ്രേമിപ്പിച്ച് കല്യാണത്തിൻ്റെ വക്കലുള്ള സ്നേഹിച്ചു ഞാൻ ചത്തുകളയും കേട്ടോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പോകും. നമുക്ക് നേരിട്ട് പറഞ്ഞാൽ നമ്മളെ കണ്ടുപിടിച്ചളയും. ഞങ്ങൾ തമ്മിൽ പ്രേമമാണ്. അന്ന് നാടക സമയത്ത് നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ വലിയ ഫോണില്ലാത്ത കാലം, അന്ന് ഫോണില്ലാത്ത കാലമായിരുന്നു. കത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ കത്തുകൾ ഒരൊറ്റ കത്തേ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ പ്രേമ ജീവിതത്തിൽ ഒരൊറ്റ കത്തേ അങ്ങോട്ട് കൊടുത്തുള്ളൂ. ചേച്ചിക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ പിന്നെ നേരെ സ്കൂളിൽ പഠിച്ചപ്പോ ഒരാൾക്ക് കൊടുത്തെന്ന് പറഞ്ഞല്ലോ. അല്ല, ഈ പ്രേമ ജീവിതവും വിവാഹ ജീവിതത്തിന്റെ പ്രേമം തമ്മിൽ വളരെ മറ്റൊന്നും അതെ കാർട്ടൺ പേപ്പർ വെച്ച് എഴുതി കൊടുക്കുന്ന പോലെ കൊടുക്കുന്നതല്ലേ, അതിലൊന്നും വലിയ ചേട്ടാ, ചേച്ചിക്ക് കൊടുത്ത പ്രണയലേഖനം എഴുതിയല്ലോ, ആ എഴുതിയ വരികൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താണ് എഴുതിയത്? ഇപ്പൊ ചേച്ചി വിളിച്ചു പോയി. ഓർക്കുന്നുണ്ട്. ഞാൻ ഇത്രയും ദിവസമായിട്ട് നിന്റെ പറയാൻ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു അനുകൂലമായ ഒരു മറുപടിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും അതിന് ഗൗരവപരമായി എടുക്കണം. എനിക്ക് ഇനി വേറൊരു ജീവിതമില്ല. ആ തരത്തിലുള്ള ഇത് സാധാരണ പെണ്ണുങ്ങൾ എഴുതണല്ലേ? അതെ അതെ, ഞാനന്നൊരു പെൺ ടൈപ്പ് ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയുകയും മണം പിടിച്ച് നടക്കുമായിരുന്നു. പക്ഷെ എന്തായാലും നല്ലൊരു ജീവിതം കിട്ടി. അതെ അതെ, ഒരു മകനുണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. ചേട്ടന്റെ ഒരു കഥാപാത്രം മലയാളികൾക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ഏതാണെന്നറിയോ? ഏത് സിനിമയാണെന്നറിയോ? തിളക്കമായി. യെസ്, തിളക്കത്തില് പാന്റ് ഇട്ടോണ്ട് ഓടുന്ന വെളിച്ചപ്പാട്. ലോകത്തില് ആദ്യമായിട്ടാണ് വെളിച്ചപ്പാട് പാന്റ് ഇട്ടോണ്ട് ഓടുന്നത്. അതെ അതെ, അതിലേറ്റവും സിനിമാ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി അഭിനയിച്ച ഒരു കഥാപാത്രമാണത്. അതിന് ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സിനിമാ നടന്നൊരു ലേബൽ ഉണ്ടാക്കി തന്ന ഒരു പടമാണ് എനിക്ക് തിളക്കം എന്ന് പറയുന്ന സിനിമ. അതായത് അതിലെ ഡയറക്ടർ പറഞ്ഞു, പ്രേമൻ അതിൽ പലപ്പോഴും ഇയാൾ വെള്ളത്തിൽ ചാടുകയും ആനയുടെ പുറത്തൊക്കെ ചാടുന്ന ഇതാണ്. ജയരാജ് സാർ പറഞ്ഞു അത് വേണ്ട, നമുക്ക് ഡ്യൂപ്പിനെ വെച്ച് ജയിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാ ഫ്രെയിമിലും നമ്മൾ വരണമെന്നൊരാഗ്രഹം അന്നൊക്കെ സിനിമയിലുണ്ടല്ലോ. അതുകൊണ്ട് ഇത്ര സാഹസമായിരുന്നാലും നമ്മൾ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ തന്നെയാണ് അതിൽ ചെയ്തത്. ആ കുളത്തിൽ ചാടുന്ന തെയ്യമൊക്കെ വെച്ചുകൊണ്ട് കുളത്തിൽ താഴ്ന്നു പോയതാണ്. വെള്ളത്തിൽ വീണ ഇപ്പം ഈ തെയ്യം ഇങ്ങനെ വെച്ച് ഇങ്ങനെ പുറകെ കെട്ടിയിട്ട് ഒരു തുണി കൊണ്ട് ഇങ്ങനെ കെട്ടിയത്. അപ്പം ഈ വെള്ളത്തിൽ വീഴുമ്പോൾ അഴിഞ്ഞു പോകണം, ആ രീതിയിൽ കെട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടി വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളത്തിൽ വീണ് വെള്ളം നനഞ്ഞപ്പോൾ ഇതുകൊണ്ട് അങ്ങ് മുറുകി മൊത്തത്തിൽ താഴെ പോവുകയായിരുന്നു. പക്ഷേ പിടിക്കാനായിട്ട് 3 ആൾക്കാരുണ്ടായിരുന്നു. അവർ പിടിച്ചുകൊണ്ട്
എന്തായാലും അതിൽ ആ ഓട്ടം ആർക്കും മറക്കാൻ കഴിയില്ല. എന്തായാലും ഒരു പാട്ട് കൂടി നമുക്ക് പാടാവും. 1 രൂപ. ആ 1 രൂപ നോട്ട് കൊടുക്കും. ഓക്കെ. 1 രൂപ നോട്ട് കൊടുത്താ 1 ലക്ഷം കൂടെ പോരും. 1 രൂപ നോട്ട് കൊടുത്താ 1 ലക്ഷം കൂടെ പോരും. ഭാരം താങ്ങി തളരുന്നവരെ ഭാഗ്യം നിങ്ങൾ തേടി നടപ്പു വരുവിൻ. നിങ്ങൾ വരുവിൻ. മായമില്ല, മന്ത്രമില്ല, ജാലവുമില്ല. 1 രൂപ നോട്ട് കൊടുത്താ 1 ലക്ഷം കൂടെ പോരും. ചേട്ടൻ എന്തെങ്കിലും ഉഗ്ര പാട്ടായിരുന്നു. ചേട്ടൻ എന്തെങ്കിലും ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ഓ ഇത് ലോട്ടറി ഒക്കെ അടിച്ചിട്ടുണ്ട്. ഒരു 10 രൂപ, 5 രൂപ, ഒരു 50 രൂപ അങ്ങനെയുള്ള ലോട്ടറി ഒക്കെ അടിച്ചു. ആ പാടെ ലോട്ടറി അടിച്ചു എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ലോട്ടറി അടിച്ചത്. ചേട്ടന്റെ ലോട്ടറി സിനിമയാണ്. 5 കോടി ലോട്ടറി അടിക്കുകയാണെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യും? എല്ലാം കൊണ്ട് ഭദ്രമായിട്ട് ഒരൊറ്റ കുഞ്ഞിനും കൊടുക്കത്തില്ല. ആർക്ക് കൊടുക്കത്തില്ല, ആർക്ക് സഹായിക്കില്ല. എന്തോ കാര്യത്തിനാണ് കൊടുക്കുന്നത്? എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് എനിക്ക് കിട്ടി. അല്ല എന്തിനാ ഞാൻ എന്തിനാ കൊടുക്കണേ? വലിയ ഒരു പൈസ സുരാജ ചോദിച്ച് വരരുത്, തരത്തില്ല. അല്ലേട്ടാ ലോട്ടറി എടുത്തില്ലല്ലോ. എടുത്തില്ല, എടുത്താൽ കിട്ടിയാലുള്ള കാര്യമാണ് പറയുന്നത്. എടുക്കാതെ തന്നെ ഇത്രയും പാട്. അപ്പൊ എടുത്ത് അടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും? നമ്മളെ അങ്ങനെയൊന്നുമില്ല, ചിന്താഗതിക്കാരനല്ല. ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു പങ്ക് ആഴ്ചയിൽ ഒരു ദിവസം പങ്ക് ഒരു 10-40 പേർക്ക് സ്വന്തമായിട്ട് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നുണ്ട്. ബന്ധുക്കാരെല്ലാം അങ്ങനെയല്ല, അനാഥാലയങ്ങൾ നല്ലൊരു പുണ്യപ്രവൃത്തിയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും അന്നദാനം മഹാദാനം എന്നാണ്. അതെ. ഇനി വളരെ വെറൈറ്റി ആയിട്ടുള്ള റൗണ്ടാണ്. അത് അശ്വതി റൗണ്ട് എന്ന് പറയും. റെഡി? അപ്പൊ ചേട്ടാ ഇത് കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്. ഞാനൊരു കൊച്ചു കുട്ടിയായതുകൊണ്ടേ അതെ, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാം. കണ്ടോ, ഇതാണ് അതിന്റെ ഒരു റൈറ്റ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഓഡിയൻസിനോടായിട്ടൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഇതുപോലെ ഫേസ്ബുക്കിൽ ആരും പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ വലിയ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ഇതുപോലത്തെ കുഞ്ഞു സില്ലി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് തെറ്റുണ്ടോ? അങ്ങനെ ചോദിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അറിവുള്ള നമ്മളുടെ അടുത്ത് ഈ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതാണ് എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചെറിയ എന്ന് വരുന്ന താരങ്ങളോട് ഇപ്പൊ ഫേസ്ബുക്കിൽ അങ്ങനെ പ്രതികരിച്ചുകൊണ്ട് അടുത്ത ചോദ്യം ചോദിക്കും. യൂഗോസ്ലാവാക്കിയുടെ പ്രസിഡന്റ് ഇതുപോലെ ചോദിച്ചുകൊണ്ട് നിൽക്കും. അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കട്ടെ കരുതിയിട്ട് യൂഗോസ്ലാവിയയുടെ പ്രസിഡന്റ് ഗുവാർ അല്ലെങ്കിൽ പോയി ചോദിച്ചു നോക്കും. അതാണോ അല്ലേ? കണ്ടോ, ഇതായിരിക്കും റെസ്പോൺസ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ആ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞു മണ്ടനെ അല്ലെങ്കിൽ മണ്ടി ഒന്ന് പുറത്തെടുത്തിടുന്നത്. വല്ലപ്പോഴും നല്ലത്, നമ്മുടെ ഈഗോ ഒരിച്ചിട്ട് കുറയും. ചേട്ടന് കൊച്ചു പ്രേമനായതുകൊണ്ട് ഇത് കുഞ്ഞു ചോദ്യങ്ങളാണ്, ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചേട്ടാ, ഈ ജിറാഫ് ഉണ്ടല്ലോ, ജിറാഫ് അതിരാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കും. അതെന്തിനാ ഈ വെളുപ്പിന് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നത്? വെളുപ്പിന് അതിരാവിലെ എഴുന്നേക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. അതെ, അത് രാവിലെ അങ്ങനെയാണ് സാധാരണ എല്ലാരും. അല്ല അശ്വതിയെ പോലെ നമ്മൾ വെളുപ്പിന് എഴുന്നേറ്റ് ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാനല്ലോ ചെയ്യാം. വേറെ പല കാര്യങ്ങളും കഴിഞ്ഞിട്ടാ. ഇത് അതങ്ങനെയൊന്നല്ല. ജിറാഫ് കണ്ടുപിടിച്ചത് എങ്ങനെ? അതാദ്യം ഞാൻ ഈ ഡിസ്കവറി ചാനലൊക്കെ കറക്റ്റ് ആയിട്ട് കാണാം. അപ്പൊ ഇതിങ്ങനെ പോയിട്ട് അവരുടെ അപ്പൊ രാത്രി കിടന്ന് ഭയങ്കര വിശപ്പാണ്. അങ്ങനെയൊന്നുമല്ല, ഞാൻ ചേട്ടന് ക്ലൂ തരാം. ജിറാഫിന്റെ ആ ഒരു സ്ട്രക്ചറും പിന്നെ ഇത് അതിരാവിലെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് കണക്ട് ചെയ്ത് ആലോചിക്കാം. ആ റൂട്ടിലേക്ക് പോകും ചേട്ടൻ. ഞാൻ ഡയറക്ട് ചെയ്ത് രാവിലെ നീളമുള്ള കഴുത്താണ്. അതിപ്പോ അത്ര രാവിലെ എനിക്ക് കഴിച്ചാലേ ഉച്ചക്കെങ്കിലും ദഹിക്കത്തുള്ളൂ. മിടുക്കനാ ഞാൻ, ഭയങ്കര ഞാൻ അല്ലയോ, ഭയങ്കര സാധനമാണ് ഞാൻ അല്ലേ. അടുത്ത് പോരട്ടെ. ഒരു കാലി ചാക്കില് നമുക്ക് എത്ര തേങ്ങ ഇടാം? നിങ്ങൾ എത്ര തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ? അപ്പൊ ഇങ്ങനെയൊക്കെ അശ്വതിക്ക് ഇടയ്ക്ക് പണിയിടണമെങ്കിൽ ഇമാതിരി ചോദ്യങ്ങൾ എനിക്ക് ആവശ്യമാണ്. ഓക്കെ, ഒരു 10-25 തേങ്ങ ഇടന്ന് വിചാരിക്കാം. അപ്പൊ 25 തേങ്ങ എടുത്തുള്ള ചാക്ക് കൊണ്ടുവരണം. ആയിക്കോട്ടെ, എന്നാ 25 തേങ്ങ ഇടാവുന്ന ചാക്ക് ആയിക്കോട്ടെ. ഇത് കാലി ചാക്കിൽ ചേട്ടൻ എത്ര തേങ്ങ ഇടാം? അത് മാത്രമേ ഉള്ളൂ, കഥയിൽ ചോദ്യമില്ല. കാലിച്ചാക്കിലാണല്ലോ തേങ്ങ ഇടുന്നത്. കാലിച്ചാക്കിൽ നിന്ന് തേങ്ങ ഇടാൻ പറ്റില്ല, തെങ്ങിൽ നിന്നല്ലേ തേങ്ങ ഇടാൻ പറ്റും. ചേട്ടാ, കാലിച്ചാക്കിൽ ചാക്കിന്ന് എന്നല്ല പറഞ്ഞേ.
നിങ്ങൾ എത്രയാണോ കൊണ്ടുവന്നത് അത്രയും തേങ്ങ ഇടാം. അത്ര തേങ്ങ ഇടാൻ പറ്റില്ല, ഒറ്റ തേങ്ങ ഇടാൻ പറ്റുള്ളൂ. ഒരെണ്ണം ഇട്ട് കഴിയുമ്പോ പിന്നെ അത് കാലി അല്ലാണ്ടാവില്ലേ? ആണോ? നമ്മളവിടെ ബാക്കിയുള്ളതൊക്കെ നല്ലതാണ്. അതാകുമ്പോ ശരി. 3 കോടി രൂപയുള്ളവനാണോ 3 കുട്ടികളുള്ളവനായിരിക്കോ കൂടുതൽ സംതൃപ്തൻ? 3 കോടിയുള്ളവൻ ഇപ്പോഴത്തെ രീതിയിൽ 3 3 കോടി ഉണ്ടെങ്കിൽ ഭ്രാന്തായി പോകും. അതെ, 3 ഇല്ലേ? ഞാൻ രാജേട്ടൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയുന്നതാണ്. അല്ല, അത് തന്നെയാണ് നമ്മൾ ശരി. സമ്മതിക്കണം. അതെ, അത് തന്നെ. അതന്നെയാണ് എന്റെ ശരി. എന്നാ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കുറ്റകൃത്യം ചെയ്താൽ കിട്ടുന്ന കപ്പ് ഏതാണ്? കുറ്റകൃത്യം ചെയ്താൽ കിട്ടുന്ന കപ്പെന്നോ? അത് ഏത് കപ്പ? ലോക്കപ്പ്. ഇതല്ല. അത് എന്നെ പറയാൻ സമ്മതിക്കത്തില്ല. രണ്ടുപേരും കൂടെ നിന്ന്. പറഞ്ഞേനെ കേട്ടോ. ഞാൻ പറയാനായിട്ട് ലോക്കപ്പ് അത് പറഞ്ഞേനെ. അത്രേ ഉള്ളൂ. അത്രയുള്ള. ഓ, വളരെ സന്തോഷം. അപ്പോ കൊച്ചു പ്രേമൻ ചേട്ടനോട് ചോദിച്ച കുസൃതി ചോദ്യങ്ങൾ വളരെ നിലവാരം പുലർത്തിയ ഒന്നായിരുന്നു. മറുപടികളും അതുപോലെ നിലവാരപ്പെടുത്തുന്നതാണ്. ആയിരുന്നു. അപ്പൊ കുഴപ്പമില്ല. ഏത് കൊച്ചുവാ? ചേട്ടാ, ഇന്നലെ ചേച്ചി വിളിച്ചിരുന്നു. ചേച്ചിക്ക് ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു ഇവിടെ ഇന്ന് ഒരു കൊച്ചു വരുന്നുണ്ട്. ആ കൊച്ചിന്റെ കൂടെ കളിക്കാനാ ഞാൻ ഈ പട്ടമായിട്ട് വരുന്നത്. എടാ, ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? ഇന്ന് ഇവിടെ കൊച്ചു പ്രേമൻ ചേട്ടൻ വരുന്നുണ്ടെന്നാ പറഞ്ഞ. റേഞ്ച് കട്ടായതുകൊണ്ടല്ല ആയിരിക്കും. നീ കൊച്ചൊന്നും വരെ കേട്ടുള്ളൂ. പ്രേമൻ ചേട്ടൻ എന്ന് പറഞ്ഞത് കേട്ട് കാണില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചു വാ, കൊച്ചു വാ, ആപ്പാടെ കുഴപ്പമില്ല. ഞാൻ നിന്നോട് കളിക്കേണ്ട ഒരു പ്രായമാണെന്ന് എനിക്ക്. എടാ, നിനക്ക് ഇങ്ങനെ പട്ടം പറത്തിക്കൊണ്ട് നടന്ന ഒരു ടെൻഷനും ഇല്ലാത്ത ആളല്ലേ നീ? അങ്ങനെ പറയരുത്. ഒരു ടെൻഷനും ഇല്ലെന്നൊക്കെ. ഇന്നാണ് ഈ പട്ടം പിടിച്ച് ഞാനിങ്ങനെ കളിച്ചു പോയപ്പോഴേ ഈ പട്ടം അങ്ങ് കാണാതെ പോയി. അന്നേരം ഞാൻ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ ദൈവേ. പിന്നെ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. പട്ടം കിട്ടാത്തോണ്ട് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എന്നിട്ട് സാറിന് പട്ടം കിട്ടിയായിരുന്നോ? മാറ്റി പിടിക്ക്. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോ പിറ്റേ ദിവസം വാർത്തയില് പേപ്പറിൽ ഒരു വാർത്ത കണ്ടു. എന്താണ് വാർത്ത കണ്ട്? എറണാകുളത്ത് പള്ളിയിൽ ഒരു അച്ഛനും പട്ടം കിട്ടിയിരുന്നു. വെച്ച് പിടിച്ച എറണാകുളത്തേക്ക് അച്ഛനോട് പറഞ്ഞു എന്റെ പട്ടം എന്ന് പറഞ്ഞു. അച്ഛന് കിട്ടിയത് നിന്റെ പട്ടമല്ല, അത് വൈദിക പട്ടമാടാ. അതുകൊണ്ടാ അച്ഛന് പള്ളിയിൽ അച്ഛനാവുന്നത്. അത്രയും വലിയ അച്ഛനൊക്കെ ഈ കൊച്ചു പിള്ളേര് കളിക്കുന്ന പട്ടം എന്തിനാ ഞാൻ പിന്നെ ആലോചിച്ചു. ഏതായാലും പോയതല്ലേ, ഞാൻ അച്ഛൻ്റെ അടുത്ത് കുമ്പസരിച്ചു. കുമ്പസരിച്ചെന്ന്? എടാ, ഈ പ്രായത്തിന് നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ കുമ്പസരിച്ചത്? തെറ്റ് ചെയ്ത കുമ്പസരിക്കണല്ലോ. നീ എന്ത് തെറ്റാ ചെയ്തത്? അതിന്റെ തലേ ദിവസം കണക്ക് പരീക്ഷയായിരുന്നു. ഫുൾ തെറ്റാ ചെയ്തത്. അതുകൊണ്ടെന്താ ഞാൻ കുമ്പസരിച്ചു. ചേച്ചിക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ചേച്ചി നമുക്ക് 3 പേർക്കും ചെലവ് ചെയ്യാനൊരു വക കിട്ടിയിട്ടുണ്ട്. എന്താണ് സംഭവം? ചേച്ചി ഇന്നാളെ ദിവസം പറഞ്ഞില്ലേ ഈ പരീക്ഷ അടുത്ത പരീക്ഷയില് മുഴുവൻ മാർക്ക് മേടിച്ചാല് നിനക്ക് 1000 രൂപ തരാൻ. കൺഗ്രാറ്റുലേഷൻസ്. ചേച്ചിയുടെ 1000 രൂപ പോയിട്ടില്ല. ഞാൻ പരീക്ഷയിൽ തോറ്റു. ചെലവ് ചെയ്തോ? ഇവനെ പോലുള്ള പിള്ളേരെ നല്ല തല്ലു കൊടുത്താ വളർത്തുന്നു, അറിയാവോ? ചേട്ടാ അങ്ങനെ പറയരുത്. എന്റെ അച്ഛനെ എന്നെ ബെൽറ്റൂരി തല്ലാൻ വരും. എന്നിട്ട് പക്ഷെ അതൊക്കെ മിസ്സാവും. തല്ലാൻ വരുമ്പോ നിന്നെ തല്ലാൻ കിട്ടില്ല. അതെങ്ങനെയാ? അച്ഛൻ ബെൽറ്റൂരും അപ്പൊ അച്ഛന്റെ പാന്റ്. അച്ഛൻ ബെൽറ്റ് പിടിക്കോ അതോ പാന്റ് പിടിക്കോ? ആ ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോ ഞാൻ പതിയെ നിനക്ക് പഠിക്കാനൊന്നുമില്ല? നിനക്ക് സ്കൂളിലൊന്നും പോണ്ടേ? സ്കൂളിൽ എന്നെ പുറത്താക്കി. നിന്നെ എന്തിനാ പുറത്താക്കിയത്? അതിന്റെ കാര്യമൊന്നും പറയണ്ട. ഈ പുറത്ത് നിൽക്കുന്ന നിന്നെ വീണ്ടും പുറത്താക്കും. പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടേന്. എടാ, പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ടേന് ഏതെങ്കിലും സ്കൂളിൽ നിന്ന് ആൾക്കാർ പുറത്തിറക്കൂ? ഒപ്പിടാതെ ഇരുന്നാലല്ലേ പുറത്താക്കുന്നത്? അതായിരിക്കട്ടെ, ആരാ? അച്ഛനാണോ അമ്മയാണോ ഒപ്പിട്ടത്? അച്ഛനും അല്ല അമ്മയല്ല. പിന്നാരാ? ഞാൻ തന്നെ. ഈ തന്നെ എന്തിനാടാ നിന്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോയത്? അതെന്താന്നറിയോ? എന്റെ മാഷ് പറഞ്ഞിട്ടുണ്ട് അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യണമെന്ന്. അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അച്ഛനും അമ്മേനെ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ? എന്നാ ഞാൻ പട്ടം പറത്താൻ പോവാ. കൊച്ചു വരുന്നില്ല. കൊച്ചു
കൊച്ചു വരുന്നുണ്ടോ? പോടാ ചക്ക. അപ്പൊ കണ്ടു പറയാൻ ആരുമില്ല. എന്റെ സുരാജ, ഇതുപോലെ വികൃതികളായ കുട്ടികളുള്ള വീട്ടിലെ ഞാൻ പറഞ്ഞതുപോലെ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് എഴുതി വെക്കുന്നത് പകരം ഈ വീട്ടിൽ കുട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് എഴുതി വെക്കുന്നതായിരിക്കും എന്ത് പറ്റും നല്ലത്. എന്തായാലും സുരാജും അശ്വതിയും ചേർന്നിരിക്കുന്ന ഈ കലാവിരുന്നിലെ ഒരു എളിയ കലാകാരനായ എന്നെ പങ്കെടുപ്പിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം. താങ്ക് യു. മാത്രമല്ല വർഷങ്ങളായി കുട്ടിക്കാലം മുതലേ എനിക്കറിയാവുന്ന ഒരാളാണ് സുരാജ്. സുരാജിൻ്റെ വളർച്ചകൾ ഘട്ടം ഘട്ടമായി കണ്ടു വളർന്നവന് വലിയ ഏകദേശം ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും. ഇതിലും ഉയർന്ന നിലയിലേക്ക് സുരാജിന് വരാൻ കഴിയട്ടെ. അതുപോലെ തന്നെ മോക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. ഒരു വളരെയധികം സന്തോഷമുണ്ട് കൊച്ചുപ്രേമൻ ചേട്ടൻ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആദ്യത്തെ സിനിമയിലെ എൻ്റെ ആദ്യത്തെ അച്ഛനാണ് ഇദ്ദേഹം. അതിനുശേഷം പല ആൾക്കാരും പറയാറുണ്ട്, സുരാജിന്റെ അച്ഛന് ഇപ്പൊ സിനിമയില് മറ്റേ സിനിമയിൽ കണ്ടു കേട്ടോ, വളരെ നന്നായി. ഞാൻ പറഞ്ഞ എൻ്റെ അച്ഛൻ സിനിമയിലില്ല. അപ്പൊ പലരും തെറ്റിദ്ധരിച്ചു ഇതെന്റെ അച്ഛനാണെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഇന്റർവ്യൂ എടുക്കാൻ ഒരു വീക്കിലി വന്നിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സുരാജിന്റെ അച്ഛനാണ് ഞാൻ ഈ സിനിമയിലെ എന്ന് എടുത്ത് പറയുകയും ചെയ്തു. പക്ഷെ ഈ സിനിമയിൽ എന്ന് പറഞ്ഞത് വിട്ടുപോയി. അങ്ങനെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം പ്രേമൻ ചേട്ടൻ ഇവിടെ എത്തിയതിൽ. ഇത്രയും നേരം അനുഭവങ്ങളെല്ലാം പങ്കുവച്ച് ഞങ്ങളെയൊക്കെ കൊച്ചു പ്രേമൻ ചേട്ടൻ വലിയ രീതിയിൽ ചിരിപ്പിച്ചു. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് സിനിമകൾ താങ്കളുടെ കലാജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഏട്ടാ. എന്തായാലും ഇതിലും കൂടുതൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.